ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സൈക്കിളിൽ പാലൂർ കോട്ട പോവുകയാണ്. നമ്മുടെ കടുങ്ങപുരത്തു നിന്നുള്ളിൽ കയറിയിട്ടുള്ള പാലൂർ കോട്ട. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ ആ കാണുന്നതാട്ടെ നമ്മളെ ലക്ഷ്യം. ആ ഒരു മലയിൽ എവിടെയൊക്കെയോ ആയിട്ടാണ് നമ്മൾ ലക്ഷ്യം കിടക്കുന്നത്. പാലൂർ കോട്ട. ചേച്ചി നമ്മളവിടെ എത്തൂലേ? പിന്നെ അതാണ്. ഇപ്പോൾ ഫൈനലി നമ്മൾ പാലൂർ കോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് ആ വെള്ളം തോട്ടിലൂടെ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സൈക്കിള് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കൂട്ടി വെച്ചിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ടാണ്. വരുന്ന ബൈക്ക് നമ്മളോട് പറയണം. വരുന്ന ബൈക്ക് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ചെറിയ ചെക്കന്മാരെ പന്തിട്ട് കളിക്കുക. ഓനോട് വാട്ട് ഈസ് യുവർ നെയിം? ഓന് ഞാൻ മലയാളിയാണ്. ഈ ചെങ്ങന്മാര് ഹെൽമെറ്റ് ഇട്ടാ കഴിഞ്ഞു. പിന്നെ കൂളിംഗ് ഗ്ലാസ് ഇട്ടാ. ആ ചെക്കന്മാരില്ലാതെ ബൈക്ക് വേണ്ട. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വേറെ ലെവൽ വൈബ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ തൽക്കാലത്തിന് സ്റ്റോപ്പ് ചെയ്തിട്ട് മുകളിലെത്തിയതിന് ശേഷം ബാക്കി വീഡിയോ കാണിക്കാം. അങ്ങനെ കുറച്ച് അത്യാവശ്യം പാറമുട്ടികളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കൽ കഴിയാത്തതാണ്. ഓക്കെ, നമ്മൾ വന്ന വഴി കേട്ടത്. ഈ കാണുന്നത് നമ്മൾ വന്ന വഴി. ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. യോ ഗായ്സ്, ആ കാണുന്നതാണ് കേട്ടോ വെള്ളച്ചാട്ടം. ഇതാ ഇതിലൂടെയാണ് വെള്ളം ഒലിച്ച് വരുന്നത്. ഈ വഴി കൂടെ ആട്ടോ ഇനി കയറി പോകേണ്ടത്. കുറച്ച് ഗതികേട് പിടിച്ച പണിയാണേലും നമുക്ക് കയറി നോക്കാം. പിന്നെ ക്യാമറ പിടിച്ചിട്ട് കുറച്ച് ഗതികേടായതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം ഓഫാക്കിയിടാം. അപ്പോൾ കുറച്ച് കിട്ടി കയറി വന്നതിന് ശേഷം ഒരു പാറക്കെട്ടിൻ്റെ ഇതിൽ കൂടെയൊക്കെ വേണം കയറാൻ. കയറി വന്നതിന് ശേഷം ഇതാ രണ്ടാമത്തെ വെള്ളച്ചാട്ടം, അതായത് അടിയിലുള്ളത് 1 പിന്നെ 2 ആണ് നേരത്തെ കണ്ടത്. ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. നൈസായിട്ട് കുറച്ച് കോടുണ്ടോ എന്നൊരു സംശയം പോലെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം. യോ ഗായ്സ്, ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വന്നീനു, പക്ഷെ മോളിക്ക് കയറിയിട്ടില്ല. അതാണ് ഉണ്ടായത്.
ഷിയാസ് അതെ. പക്ഷെ കൂടുതൽ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവുകൊണ്ട് കൂട്ടുകാരന്മാരൊപ്പം വന്നിട്ടാണ്. അതാണ് റെക്കോർഡ്സിൽ കൂടുതൽ. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഷിയാസ്ക പറയണോ ഇക്കൊന്നല്ല, എന്നാലും വിളിച്ചുമ്പോൾ ഒരു പവറിൽ വിളിച്ചിട്ടുണ്ട്. അഡ്വഞ്ചറസ് ആണ്. മോളിക്ക് ഏരിയ ഇതിലും അടിപൊളി വ്യൂ കിട്ടും എന്നാണ്. അപ്പം നോക്കി ഇത്രയും നല്ല അടിപൊളി വ്യൂ ആകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ? പറ്റൂല. ഉണ്ട് ഒരു പ്രാവശ്യം കൂടി ക്യാമറ ഓഫാക്കി വെക്കുക. ഓ വാഗമണ്ണിൽ പോയ ഫീല്. അജ്ജാതി കോട അവിടെ ഇങ്ങനെ കീരിയൊന്നു. കുറച്ച് ചായ കുപ്പിയിലൊക്കെ എടുക്കൂ. പവർ കൂടും. ചില്ലറ പവറല്ല, വേറെ ലെവൽ പവർ. അങ്ങനെ ഗൈസ് നമ്മൾ ഈ ഒരു മലൻ്റെ ഒരു 3/4 ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. യോ ഗൈസ് ആകപ്പാട് അടിപൊളി ഗൈസ്. യോ ഗൈസ് യോ ഗൈസ് ഇവിടെ നൈസായിട്ട് കോടറുകണുണ്ടോ? അപ്പോൾ ചെറിയൊരു കിതപ്പിൻ്റെ സൗണ്ട് ഉണ്ടാവും. ഹലോ ഏറ്റവും മുകളിലെത്തി. പാലൂർ കോട്ടൻ്റെ ഏറ്റവും മുകളിലാട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് ചിക്കൻ ചൂടാനും കാര്യങ്ങളൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. കല്ല് കൂട്ടിയതും അടുപ്പ് കൂട്ടിയതൊക്കെ ആയിട്ടുള്ള. ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള ഒരു ഏരിയയാണെന്ന് തോന്നുന്നു. ടെൻ്റ് അടിക്കാനൊന്നും പറ്റൂല, പക്ഷെ ആ ഒരു പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ആണ്. നൈസ് വ്യൂ. ഇപ്പോൾ പാലൂർ കോടിക്ക് വെള്ളം വരുന്ന സ്ഥലമായിട്ട് ഈ കാണുന്നത് അല്ലേ? ഇതല്ലേ അയ്യോ. അപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. ഇതൊരു കുളമാണെന്ന് തോന്നുന്നു അല്ലേ? സെൻട്രലൊരു കുളം. ആ നടുവിലായിട്ടൊരു കുളം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് പാലൂർ കോട്ട മെയിനായിട്ട് വെള്ളം വരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയ ചാലാണ്, ഈ കണ്ട ചെറിയ ചാലാണ് അടിയിൽ വെള്ളച്ചാട്ടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെവിടെ കണ്ടോ? പിന്നെ നടുവിലായിട്ടൊരു കുളം ഉണ്ട് എന്നാണ് പറയുന്നത്. ആ കുളത്തിൽ നിന്നാണ് ഇവിടെ വെള്ളം വരുന്നത്. എന്തൊരു സംഭവം അടിപൊളി. ഇവിടെ അങ്ങനെ പലരും ഇവിടെ വരെ വന്നിട്ടില്ല. ഫാമിലീൻ്റെ ഒപ്പൊക്കെ വരികയാണെങ്കിൽ അടിയിലാണ് കൂടുതലായിട്ട് വരുള്ളൂ. ഇവിടെ വന്നവർ ചുരുക്കമാണ്. വന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സംഭവം പൊളി കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ചീവിളികളുടെ ഒച്ചകൾ മാത്രമേ, വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഒച്ച അത്ര ഞാനും എൻ്റെ ഒച്ച. ഇനി വിചാരം തിരിച്ചല്ല. ഗോമാതാ ക്ലാസ് പറയണ്ട. സീന ഈ ഏരിയ മനസ്സിലായ? വളഞ്ഞെത്തിയില്ല. തിരിച്ച് വ്യൂ പോയിന്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും നല്ല വ്യൂ നമ്മളെ പടപ്പറമ്പിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പടപ്പറമ്പല്ല അല്ലെ, കടുകാരത്ത്. അത് നമ്മളെ ഏരിയയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ എന്നാ ശരി.
അപ്പോൾ ഇതാ നമ്മളിവിടെ സൈഡിലൊരു മരത്തിൻ്റെ ചുവട്ടിൽ സൈഡായിട്ടുണ്ട് ഒരു പാറക്കെട്ടുമേ കുഴങ്ങി. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം, കാരണം സൈക്കിൾ മേലാണ്. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നല്ല രാവിലെ വരികയാണെങ്കിൽ ഒരു 6 മണി 7 മണി നേരത്തോടെ വരികയാണെങ്കിൽ ആ കാണുന്ന സ്ഥലമൊക്കെ ഫുള്ള് കോടയിൽ മൂടിയിരിക്കും കയറും. അപ്പം തന്നെ ഒരു ഏകദേശം കോട ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇതിനെക്കാട്ടിലും കോട കാണുന്നുണ്ടെങ്കിൽ രാവിലെ വരിക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഷിയാസിൻ്റെ കൂടെ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. മീ ഫാദിൽ അബ്ദുൽ റസാഖ് സൈനിങ് ഓഫ്.